ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ വിചാരിച്ചു എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് 2 അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്ന സ്ഥലം ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, കണ്ണാടി വെച്ചേക്കുന്ന ജാടക്കല്ല, ഭയങ്കര വെയിലാണ്, നല്ല ചൂടുമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ്, ഞാൻ നേരെ ക്യാബും ബുക്ക് ചെയ്ത് നേരെ ഇങ്ങോട്ട് പോകുന്നു. സ്ഥലം ഏതാണെന്നല്ലേ? ഇതാണ് സൂ, മിനി സൂ, ചെറിയൊരു മൃഗശാല. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മൃഗങ്ങളെല്ലാം കയ്യിലിടുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ പുള്ളിയായിട്ട് അത് നേരത്തെ സംസാരിച്ചു. അപ്പോൾ പുള്ളി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഇറങ്ങി. കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് മിനി സൂ 10 മിനിറ്റേ ഉള്ളൂ ഇവിടുന്ന്, 4.8 കിലോമീറ്റർ. കോബാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണിത്. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിട്ട് ഞാനിത് അറിയാതെ പോയി. അങ്ങനെ ഞാൻ മിനി സൂ എത്തി. വണ്ടിക്കാരന് ഒരു 15 റിയാലും കൊടുത്ത് ഞാൻ ഇനി ഉള്ളിലോട്ടങ്ങ് കയറി. എന്നിട്ട് പുള്ളിയോട് രണ്ടാമതും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തിരക്കി, എങ്ങനെയാണ് പ്രൈസ് എന്നൊക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു 30 റിയാൽ ഒരാൾക്ക് കയറാനായിട്ട്, 10 രൂപ മുകളിൽ ബേഡ്സിൻ്റെ സെഷൻ ഉണ്ട്, അവിടെ കയറുന്നതിന് 10 റിയാൽ. അപ്പോൾ ഞാൻ മുകളിലൂടെ കയറാമെന്ന് പറഞ്ഞ് ബില്ലൊക്കെ ചെയ്തു. അപ്പോൾ കണ്ണാടിക്കുട്ടി കുറേയധികം ഫിഷ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് എന്തോ ഒരു സാധനം പുള്ളി കയ്യിലെടുത്ത് വെച്ചേക്കുന്നു. ആദ്യം ഞാൻ ചോദിച്ചു റബ്ബറാണോ എന്ന് ചോദിച്ചു. ഇപ്പം പറഞ്ഞു പുള്ളി അല്ല, ഒറിജിനൽ, കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ കയ്യിലോട്ടങ്ങ് എടുത്ത് വെച്ച് തന്നു. ഒറിജിനൽ പാമ്പായിരുന്നു അത്. അപ്പോൾ പുള്ളി വെൽക്കം ഡ്രിങ്ക്സ് പോലെ ഒരെണ്ണം എടുത്ത് കൈ തന്നു. ആദ്യം കയറുമ്പോൾ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കുറേ ചില്ലുകൂട്ടിൽ എന്തെണ്ടൊക്കെ ഇരിപ്പുണ്ട്. എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ, അതൊന്നും വലിയ രസമൊന്നുമില്ല. പിന്നെ കുറച്ച് ഫിഷ് ഉണ്ട്, ആമയുണ്ട്, അതെല്ലാം ഫ്രണ്ടിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. എല്ലാം ചെറുതാണ്. പിന്നെ ഒരു ഓന്ത്. അപ്പോൾ അകത്തിനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് വലിയ ചില്ലിൽ എന്തോ ഒരു സാധനം കിടക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അതും സ്നേക്കാണ്, ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചു. പുള്ളിയുടെ ഒന്നും മിണ്ടാതെ തന്നെ ഗ്ലാസ് തുറന്ന് ആ സാധനം അങ്ങ് എടുത്തു. ഒരു മീഡിയം സൈസ് ഒരു പാമ്പ്. അത് പുള്ളി കയ്യിലെടുത്തു. കയ്യിലെടുക്കാൻ നേരത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പുള്ളി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഏതോ തരം പാമ്പാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ പാമ്പിൻ്റെ ഫോട്ടോഷൂട്ട് കുറച്ചെടുത്തതിന് ശേഷം പുള്ളിയോട് പറഞ്ഞു തിരിച്ച് വെച്ചോളാൻ പറഞ്ഞു. ഓക്കെ, എന്തായാലും ജീവനുള്ളതാണ്, കടിക്കത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എനിവേ എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യ. ഇത് ചെറിയ പാമ്പ്, നമുക്ക് വലുത് തന്നെ നോക്കാം എന്ന് വിചാരിച്ച് പുള്ളിയോട് ഗ്ലാസ്സിനകത്തോട്ട് വെക്കാൻ പറഞ്ഞു. എന്നിട്ട് നേരെ നടന്നു. അപ്പോൾ അടുത്തായിട്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് എത്തി. ബില്ലിംഗ് സെക്ഷനിൽ വെച്ച് ഒരാൾക്ക് 30 റിയാലാണ് കയറുന്നതിന്. അതോടൊപ്പം തന്നെ മുകളിൽ പക്ഷിയുടെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു, ബേഡ്സിൻ്റെ സൂ. അപ്പോൾ അതിന് 10 റിയാൽ വെച്ച് ടോട്ടൽ 40 റിയാൽ ഒരാൾക്കാവുമെന്ന് പറഞ്ഞു. അങ്ങനെ 40 റിയാൽ പേയ്മെൻറ്റും ചെയ്തതിന് ശേഷം നേരെ ഉള്ളിലോട്ട് നടന്നു. അന്നേരം പുള്ളി പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഷൂ കവർ ഇട്ടുകൊണ്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ഷൂ കവർ ഇടാമെന്നും പറഞ്ഞിട്ട് ഷൂ കവർ ഇട്ടു. ഷൂ കവർ ഇട്ടതിന് ശേഷം നമുക്കൊരു ID കാർഡ് തരുന്നുണ്ട് അവർ. ഓക്കെ, ആ ID കാർഡ് നെഞ്ചത്തിട്ടുകൊണ്ട് നമ്മൾ നേരെ നടന്നു. നേരെ നടക്കാൻ നേരത്തെ ആമകൾ കുറേ ഇരിപ്പുണ്ട്, ചെറിയ ആമകൾ. അതിനുശേഷം അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് കുറേ അധികം ഉണ്ട്. പക്ഷേ പുള്ളി നമുക്ക് എല്ലാം പറഞ്ഞു തരും. ഓക്കെ, നമ്മളെ കൂടെ ഒരാളെ കൂടെ വിടുന്നുണ്ട് പുള്ളി സംസാരിക്കാനായിട്ട്. അപ്പോൾ കുറേ അധികം കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇതൊക്കെ കാണിക്കാം. ഓക്കെ, അത് പാമ്പാണ്. അതിനുശേഷം പുള്ളിയുടെ കയ്യിലൊരു ഫ്രണ്ട്ലി പെറ്റ്സ് എന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കടിക്കോ പിടിക്കോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അതാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുന്നത്. അപ്പം മുതുകിലോട്ടൊന്ന് തടവാൻ പറഞ്ഞു. തടവിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കൈ നീട്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ പിന്നെ തടവിയതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ അതെടുത്ത് കയ്യിലോട്ട് ചാടിയിരുന്നു. അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, എന്തോ ഒരു പേരുണ്ട്. പക്ഷേ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പുള്ളി. അപ്പോൾ എൻ്റെ പുള്ളിക്ക് എന്താന്ന് പോലും മനസ്സിലാവാതെ അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. കൂടുതൽ സമയം ഇരുന്നാൽ ശരിയാകത്തില്ല. അതിനുശേഷം ഞാൻ നോക്കാൻ നേരത്ത് അതിനകത്ത് എന്തോ കിടക്കുന്നു. ഓക്കെ, എല്ലാം ഫ്രണ്ട്ലി പെറ്റ്സ് ആണ്. അപ്പോൾ അടുത്തതായിട്ട് പുള്ളി എടുത്തത് എന്താണെന്നറിയോ? ഒരു പാമ്പാണ്. ഓക്കെ, വൈറ്റ് സ്നേക്ക് ആണ്. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് തടവിയതിന് ശേഷം കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ശരി എന്നാൽ ക്യാമറ തിരിച്ചു പിടിച്ച് ഞാനത് കൈ നീട്ടി, 2 കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ അടുത്തുള്ളവൻ്റെ ഒരു ക്യാമറ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത് നിന്ന ഹെൽപ്പറിന് ഞാൻ ക്യാമറ കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൈ നീട്ടി. കൈ നീട്ടിയപ്പോൾ പുള്ളി എടുത്ത് കയ്യിൽ വെച്ച് തന്നു. ക്യാമറ കൊടുക്കാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, പുള്ളി ആദ്യമേ കയ്യിലെടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാമറ കിടന്ന് വിറയ്ക്കുമായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറ പിടിക്കാനായിട്ട് ഒരാളെ കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഒറിജിനലാണ് അതും. ഓക്കെ, പുള്ളി നൈസായിട്ടൊക്കെ എടുക്കുന്നു. പിന്നെ അതിനുശേഷം പുള്ളി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എനിക്ക്. എന്നെ ആ പാമ്പ് അങ്ങനെയാണ്, അവിടെയാണ് താമസിക്കുന്നത്, ഇതാന്നൊക്കെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഓരോ കൂട്ടിൽ ഓരോന്ന് കിടക്കുന്നുണ്ട്. ആമയുണ്ട്, ഓന്തിൻ്റെ ഓരോ ഇതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളിയോട് പറഞ്ഞു എത്ര മിനിറ്റ്, നമുക്ക് 30 മിനിറ്റ് ഇതിനകത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 30 മിനിറ്റിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ നോക്കാൻ പറ്റുമോ അത്രയും, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഞാൻ പറയുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് തരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് പെട്ടെന്ന് സമയം പോയാലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് ഓട്ടിച്ചെന്ന് ഒരു വീഡിയോ അങ്ങ് എടുത്തു. അതിനുശേഷം പുള്ളി എനിക്ക്
തത്ത എടുത്തു തന്നു. ഓക്കെ, ഈ തത്ത ഞാൻ സത്യം പറഞ്ഞാൽ സിനിമയിലേക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതേവരെ ഞാൻ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ തൊട്ടു. ഓക്കെ, അപ്പോഴത്തേക്ക് ആ തത്തയ്ക്കാണെങ്കിൽ എൻ്റെ ഐ ഡി കാർഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതിൽ കിടന്ന് പിടിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസ് ഞാൻ കാണിക്കാത്തത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കണ്ണിൽ കുത്തുമെന്നും പറഞ്ഞ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഫേസ് കാണിക്കാത്തത്. അപ്പോഴേക്കും പുള്ളി എന്നെ വിളിക്കുന്നുണ്ട്, വാ അടുത്തത് കാണാം അടുത്തത് കാണാം. കാരണം 30 മിനിറ്റേ ഉള്ളൂ, അത് നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ വേറൊരു ഇനമാണ്. അതിനെ എടുത്തില്ല, കാരണം അതിച്ചിരി ഉപദ്രവകാരിയാണ്, അതുകൊണ്ട് എടുത്തില്ല. എന്നിട്ട് പുള്ളി എന്നെ വേറൊരു സാധനം കാണിച്ചു. ഇത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായി. മരപ്പട്ടി എന്നാണ് പുള്ളി പറഞ്ഞത്. ഓക്കെ, മരപ്പട്ടിയുടെ കുറേ ഇതും, പിന്നെ ഇത് നമ്മൾ കാർട്ടൂണിലൊക്കെ കാണുന്ന മറ്റേ സാധനം, മൗഗ്ലിയുടെ കൂട്ടുകാരൻ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ശോഷിച്ചൊരു സാധനം. പക്ഷേ ഇത് 3 മാസം കണ്ട പ്രായമായ ഒരു മൂങ്ങയാണ്. മൂങ്ങയുടെ കുഞ്ഞെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം വേറൊരു മൂങ്ങ എടുത്ത് എൻ്റെ കയ്യിലോട്ടങ്ങ് വെച്ചു. ഓക്കെ, ഈ മൂങ്ങയൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ പിടിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനെ അതിലോട്ടങ്ങ് ഇരുത്തി. അപ്പോൾ തന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് ഓന്തിനെ കാണിക്കാൻ കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ കൈ നീട്ടി. ഒരു ഓന്ത്, എന്തോ ഒരു ഇനം ഓന്താണ്. അപ്പം പച്ചക്കള്ളലിരിക്കുമായിരുന്നു. കളറൊന്നും മാറിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിന്നിൻ്റെ അതേ കളർ ആവുമെന്ന് വിചാരിച്ചു. കളറൊന്നും മാറിയില്ല. അപ്പം അടുത്ത ഓന്തിനെ എടുത്തു. പക്ഷേ അത് ഫീമെയിൽ ഓന്തും മെയിൽ ഓന്തുമാണ്. അപ്പോൾ അവരെ ഒരുമിച്ചിടാൻ പറ്റത്തില്ലെന്ന് പുള്ളി പറഞ്ഞു. അപ്പോൾ ഫീമെയിലിനെ കയ്യിലോട്ട് ഞാൻ മേടിച്ചതുമില്ല. അതിനുശേഷം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇന്ന സ്ഥലം ആ സ്ഥലം ഈ സ്ഥലം എന്നൊക്കെ. എന്നിട്ട് വേറൊരു ഓന്തിനെ എടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു നടുവിലോട്ടൊന്ന് തടവിന് ശേഷം കൈ നീട്ടാൻ പറഞ്ഞു. അങ്ങനെ കൈ നീട്ടി. അപ്പോൾ അതിൻ്റെ സ്കിന്ന് വന്നിട്ട് നല്ല സോഫ്റ്റാണ്. ഓക്കെ, ജസ്റ്റ് കയ്യിൽ വെച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞു. പഞ്ഞിയിൽ ജസ്റ്റ് പ്രസ് ചെയ്യും പോലെ ഇരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ നേരെ വന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ കുറച്ച് മുയലും ഒരു ആമയും ഒരു എലിയും വെച്ചേക്കുന്നു. എന്നിട്ട് കുറേ ചെറിയ ചെറിയ കസേര ഇട്ടിട്ടുണ്ട്. കാരണം അത് കിഡ്സിന് വേണ്ടിയിട്ടാണ്. കിഡ്സൊക്കെ വരുമ്പോൾ അവർക്കിട്ട് തൊട്ട് തലോടി ഇരിക്കാനുള്ള സാധനമാണ്. അതും കഴിഞ്ഞിട്ട് പുള്ളി എന്നെ എടുത്ത് കാണിച്ചത് ഒരു എലിയെ എടുത്ത് കയ്യിൽ തന്നു. ചെറിയൊരു എലി, പക്ഷേ വെറൈറ്റി എലിയാണ്, നമ്മുടെ നാട്ടിലെ എലിയൊന്നും അല്ല. അതിട്ട് എൻ്റെ കയ്യിലിട്ട് കുറച്ച് നേരം ഇക്കിളാക്കിയതിന് ശേഷം ഞാനത് പുള്ളിയുടെ കൊടുത്തു. പിന്നെ പുള്ളി കാണിച്ചത് ഒരു ആടിനെ കാണിച്ചു. പിന്നെ ഡോഗ്സ് ഉണ്ട്, പൂച്ചയുണ്ട്, പിന്നെ പലതരം ഓന്തുകളുണ്ട്. അങ്ങനെ കുറേ അധികം ഇതുണ്ട്. ഒന്നിൻ്റെയും പേരെനിക്കറിയത്തില്ല. പിന്നെ വെറൈറ്റി ആയിട്ട് ഇതേ 2 എണ്ണം ബക്കറ്റിൽ കിടപ്പുണ്ട്. അതിനുശേഷം പുള്ളി കയ്യിൽ ഒരു അണ്ണാനാണോ എലിയാണോ എന്നറിയത്തില്ല, രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു സാധനം. പക്ഷേ പുള്ളി കയ്യിൽ തന്നില്ല. അത് ഇച്ചിരി ഉപദ്രവകാരിയാണെന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാനും മേടിച്ചൊന്നുമില്ല, ജസ്റ്റ് തലോടിയിട്ടങ്ങ് വിട്ടു. പക്ഷേ അവിടുത്തെ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള അനിമലിൽ ഒന്നാണിത്. അത് തന്നപ്പോഴേ എൻ്റെ ദേഹത്തോട്ട് ചാടി അങ്ങ് കയറി. പക്ഷേ അത് ഐ ഡി കാർഡിലാണ് കടിക്കുന്നത്, നമ്മൾ ഉപദ്രവിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം ഞാൻ മുന്നിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇതേ ഒരു അനങ്ങാൻ പോലും വയ്യാതെ കഴിച്ചിട്ട് ക്ഷീണിതനായിട്ട് കിടക്കണമെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല വണ്ണവും നല്ല ഇതൊക്കെ ഉള്ള ഒരു സാധനം. അപ്പം പുള്ളിക്ക് അത് എടുക്കാൻ പോലും പറ്റുന്നില്ല. നല്ല വെയിറ്റ് ഉണ്ട്, കാണും പോലെ അല്ല. ജസ്റ്റ് എന്നിട്ട് പുള്ളി ഒന്ന് തടവിന് ശേഷം ഒന്ന് ട്രൈ ചെയ്തു എടുക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറഞ്ഞു. ഞാൻ ക്യാമറ എടുത്ത് അകത്തോട്ടങ്ങ് പിടിച്ചു. പുള്ളിയുടെ കണ്ടോ, പാവം ക്ഷീണിതനാ, കഴിച്ച് കഴിച്ച് ക്ഷീണിച്ചതാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളി വലിയ അനക്കമൊന്നുമില്ല. പുള്ളിക്ക് നമ്മളെ പേടിയാണ്. അതിനുശേഷം അടുത്തത് ദേ ഇരിക്കുന്നു. പിന്നെ അതിന് ശേഷം അടുത്ത ഇത് കണക്ക് തന്നെ, ഇതൊന്നും ഞാൻ ഇതിനൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി ഒന്ന് തടയോടി അതിനെ എടുക്കാനൊക്കെ നോക്കി, പക്ഷേ അതും എടുത്തൊന്നുമില്ല. ജസ്റ്റ് ഞാൻ ക്യാമറ ഉള്ളിലോട്ടിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോസും വീഡിയോസും കുറച്ച് എടുത്തതിന് ശേഷം പിന്നെ അടുത്തതിലേക്ക് പോയി. അടുത്തത് അവിടെ ഒരു ശോഷിച്ചൊരു മൂങ്ങ ഇരിപ്പുണ്ട്. പക്ഷേ ഇത് ശോഷിച്ചതല്ല, ഇതിന് 3 വയസ്സ് പ്രായമായിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഒരു മൂങ്ങയാണ്, ഞാൻ നേരത്തെ കാണിച്ചത് തന്നെയാണ്. അപ്പോൾ അത് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ മൂങ്ങ പറഞ്ഞത്. അതിനുശേഷം ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചൊരു ഇട്ടിട്ടുണ്ട്. പിന്നെ താഴെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളും കിടപ്പുണ്ട്. പിന്നെ അതിനുശേഷം ഹസ്കി, അതൊരു ഡോഗാണ്. കുറച്ച് ഡോഗ്സും പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈഡിൽ തന്നെ. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൈ നീട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ നീട്ടിയപ്പോഴത്തേക്ക് ഒരു പാമ്പിനെ എടുത്ത് ജസ്റ്റ് ഒന്ന് ഉരസി. കാരണം ആ പാമ്പ് ഇന്ന് തൊലി കളഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തൊലി കളഞ്ഞിട്ട് പാമ്പിൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാനായിട്ടാണ് പുള്ളി എൻ്റെ കയ്യിലോട്ടൊന്ന് ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു സോഫ്റ്റാന്ന് പറഞ്ഞു. അതിനുശേഷം പുള്ളി ഓന്തിൻ്റെ അടുത്ത് പോയി, ഡ്രാഗൺ. അപ്പം നമ്മുടെ ചെറിയ ഡ്രാഗനാണ്, ഡ്രാഗൺ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ. എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ഡ്രാഗൺ കുഞ്ഞുങ്ങളൊന്നുമല്ല, ഓന്തിൻ്റെ വേറൊരു ഇത്. അപ്പോൾ അതിനെ ജസ്റ്റ് ഞാനത് ഇത് നോക്കി. അപ്പം കൊള്ളാം, നല്ല കളർ, നല്ല വാല്. അതിനുശേഷം അടുത്തൊരു ഡ്രാഗൺ കുഞ്ഞിനെ കൊണ്ടുപോയി.
പക്ഷെ പുള്ളി തൊടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അതൊന്നും ഉപദ്രവകാരികളൊന്നും അല്ല. അതിനുശേഷം പുള്ളിയുടെ ഒരു ഫേവറേറ്റ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞു. ദേ ഇതാണ് സാധനം. പുള്ളി പാട്ട് പാടുമ്പോഴത്തേക്ക് ജസ്റ്റ് കിടന്ന് ആടയും തലയിട്ട് ആട്ടയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഫ്ലോറിലോട്ട് നടന്നു. അപ്പം പക്ഷിക്കൂടാരം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയ പക്ഷിക്കൂടാരം തലയിലും കയ്യിലൊക്കെ എടുക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ കുറച്ച് സ്ഥലത്താണ് ഇവർ പക്ഷി വളർത്തിയിരിക്കുന്നത്. അത് പക്ഷിയെന്നല്ല, ലവ് ബേഡ്സ്. ലവ് ബേഡ്സും 2-3 തത്തകളും മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളി പോകുന്നതിന് മുമ്പ് എൻ്റെ കയ്യിൽ കുറച്ച് തീറ്റയും തന്നിരുന്നു പക്ഷിക്ക് കൊടുക്കാനായിട്ട്. അതിട്ട് കൈ നീട്ടിയാൽ മാത്രമേ പക്ഷികൾ വന്നിരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഞാനങ്ങ് ചെലവഴിച്ചു. അപ്പം കുറച്ച് പക്ഷികളുടെ കൂടുകളുണ്ട്. വെറൈറ്റി വെറൈറ്റി കളേഴ്സിൽ ലവ് ബേഡ്സ് ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കയ്യിൽ കിളികൾ വന്നിരിക്കുന്നതും അതിന് തീറ്റ കൊടുക്കുന്നതും അവിടുത്തെ കുറച്ച് വെറൈറ്റി കിളികളെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതും കഴിഞ്ഞ് താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. താഴേക്ക് പോകുമ്പോൾ ദേ ഒരുത്തൻ കൂട്ടിനകത്ത് ചാടിയിരിക്കുന്നു. പക്ഷേ അവിടെ വളർത്തുന്നത് തന്നെ പൂച്ചയാണ്. ഫ്രണ്ട്ലി ആണതും. അപ്പോൾ പുള്ളി വിളിച്ചുടനെ ഞാൻ പുള്ളിയുടെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ ഞാൻ നോക്കാൻ നേരത്ത് കൂട്ടിൽ എന്തോ കിടക്കുന്നത്. അതെന്നാ സാധനം എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ ഉള്ളതിൽ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം അതാന്ന് പറഞ്ഞു. അപ്പം കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് പുള്ളി ഉടനെ ഹെൽപ്പറെ വിളിച്ചു. എടുത്തപ്പോഴത്തേക്ക് ദേ കിടക്കുന്നു ഒരു പാമ്പ്. അങ്ങനെ പുള്ളി അത് കൈകൊണ്ട് എടുത്തു. നല്ല വെയിറ്റുള്ള സാധനമായിരുന്നു. ഓക്കെ, എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വന്ന് നിൽക്കാൻ പറഞ്ഞു, മാല ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ശരി, അവർ രണ്ടുപേരുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പുള്ളി ആ സാധനം കൈകൊണ്ടെടുത്ത് എന്നിട്ട് എന്നെ വിളിച്ചു. ഞാനൊരു കൂളിംഗ് ഗ്ലാസ് വെച്ച് ദേ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് തൊടുമ്പോഴത്തേക്ക് കയ്യിലൊരു ഇതുണ്ട്, എങ്കിലും കുഴപ്പമില്ല, ഒറിജിനൽ സാധനം. ഓക്കെ, പക്ഷെ അതിൻ്റെ തല എൻ്റെ നേരെ വരുമായിരുന്നു. അപ്പോൾ പുള്ളി പെട്ടെന്ന് തല പിടിച്ചു മാറ്റി. കാരണം അത് ഇച്ചിരി നമ്മുടെ നേരെയാണ് വരുന്നത്, അപ്പം അറിയാമല്ലോ. അപ്പം ഞാൻ
പുള്ളി ഉടനെ അത് റിസ്ക്കാന്ന് പുള്ളിക്ക് മനസ്സിലായി. ഉടനെ തന്നെ പുള്ളിയും തലയെടുത്ത് മാറ്റി. ഒരു 2 മിനിറ്റ് ഞാനിത് എടുത്ത് വച്ചതിന് ശേഷം പുള്ളിയുടെ കയ്യിലോട്ടങ്ങ് കൊടുത്തു. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മൃഗങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ വെറൈറ്റി ആയിരുന്നു. കാണാത്ത മൃഗങ്ങളൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.